യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാൻ അമേരിക്ക ധാരണ സ്വാഗതം ചെയ്യുകയാണ് ഗൾഫ് രാജ്യങ്ങളും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ UAE പ്രശംസിക്കുകയും ചെയ്തു. സുരേഷ് വെളിമുറ്റം വിവരങ്ങളുമായിട്ട്. സുരേഷ്, ഇത് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമുള്ള ആശ്വാസമല്ല, ലോകം മുഴുവൻ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം ഇങ്ങനൊരു യുദ്ധ അന്തരീക്ഷം മാറി സമാധാനത്തിലേക്ക് വരുന്നുവെന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പോലും കുറച്ചുകൂടി ഒരു ആയാസരഹിതമാക്കി മാറ്റുന്നതാണ്. എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് ഈ ഒരു ധാരണ അതെപ്പോൾ മുതൽ, ഈ ഹോർമൂസ് പൂർണ്ണമായും തുറക്കുന്നത് ഏത് നിമിഷം മുതലായിരിക്കും? ദിവിഷ, ആദ്യം തന്നെ ദിവിഷ നേരത്തെ സംസാരിക്കുമ്പോൾ വസന്തുമായിട്ടുള്ള ടെലിഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇരുവരും പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു വലിയൊരു ആശ്വാസത്തിന്റെ ഒരു സമയമുണ്ടല്ലോ. ആ സമയം തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം, ഒരുപക്ഷെ സമീപകാലത്തുണ്ടായ ഏറ്റവും ചെലവേറിയ യുദ്ധത്തിനാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 100-110 ദിവസമായി സാക്ഷ്യം വഹിച്ചത്. മറ്റേതൊരു മേഖലയിലും ഉണ്ടായിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം പോലെയൊന്നും ആയിരുന്നില്ല. നിരവധി രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ഫാർ ഈസ്റ്റ് രാജ്യങ്ങളെ പോലും എല്ലാവരെയും ബാധിച്ച ഒരു യുദ്ധത്തിന് അറുതി വരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സമാധാനമുണ്ട്. അതിനെ തന്നെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ പുതിയൊരു കരാർ ഉണ്ടാകാൻ പോകുന്നു, സമാധാനം വരാൻ പോകുന്നു എന്നുള്ള സാഹചര്യത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രതികരണം വന്നത് ഒന്ന് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുമാണ്. ഈ തീരുമാനത്തെ സൗദി അറേബ്യ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാര്യങ്ങൾക്കുണ്ടാകണമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. UAEയുടെ ഭാഗത്തു നിന്നും ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ള നടപടികളെ UAE പ്രകീർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ മേഖലയിൽ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം, ഇപ്പോൾ 60 ദിവസത്തേക്കുള്ള ഒരു വെടിനിർത്തലോ അങ്ങനെയല്ലാതെ തന്നെ സ്ഥിരമായൊരു സമാധാനം ഈ മേഖലയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് UAE മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഇറാഖും ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു കരാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇതോടുകൂടി ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും 100-130 കപ്പലുകൾ വരെ, ചരക്ക് കപ്പലുകൾ വരെ, ഇന്ധന ടാങ്കറുകൾ അടക്കം ഒരു ദിവസം ഹോർമൂസ് കടലിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ മൊത്തം നമ്മുടെ അടുക്കളയിൽ നമ്മൾ കത്തിക്കുന്ന പാചകവാതകത്തിന്റെ വിലയടക്കം കുറയാൻ ഉള്ള ഒരു വഴിയാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വലിയ ആശ്വാസം ഉണ്ടാകുന്നതും. മാത്രമല്ല, ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന സമയത്ത് അവിടെ ടോൾ അല്ലെങ്കിൽ ഒരു ഫീസ് അത് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ ഇനി എന്താണ്, എങ്ങനെയാണ് ഒരു തീരുമാനം വരാൻ പോകുന്നത്? എന്തായാലും വലിയ അളവിൽ ലോകത്തിനാകെ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് അമേരിക്ക ഇറാൻ സമാധാന കരാർ എന്നത്. ഹോർമൂസ് തുറക്കുക എന്നത് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാചകവാതക ക്ഷമം നമുക്കറിയാം, ഹോട്ടലുകൾ വരെ അടച്ചിടുന്ന സാഹചര്യം, എണ്ണ വില കൂടുന്നു, പാചകവാത വില കൂടുന്നു. ഇതൊക്കെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ ഒരു സംഘർഷമായിരുന്നു. ആ സംഘർഷം ലഘൂകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള എണ്ണയുടെയൊക്കെ ഒഴുക്ക് അത് തടസ്സങ്ങളില്ലാതെ വരുന്നതോടുകൂടി നമ്മുടെ ഇവിടെയും കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സമാധാനത്തോടെ വരും. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു. മോശാവസ്ഥ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും നമ്മളെക്കാൾ കൂടുതൽ മോശാവസ്ഥയിലായിരുന്നു. പക്ഷേ ഇനി എന്തായാലും ആശ്വാസത്തിൻ്റെ നാളുകളാണെന്ന് പ്രതീക്ഷിക്കാം. വാക്കിൽ എല്ലാവരും ഉറച്ചു നിൽക്കട്ടെ എന്നുകൂടി നമ്മൾ പറയുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റുന്നതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വേൾഡ് കപ്പ് ഒക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ ഒരു സന്തോഷം നൽകട്ടെ എന്ന് കരുതാം.